ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് മറുനാടൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. പുത്തൻ കാറുകൾ ഒരു ഷോറൂമിന്റെ യാർഡിനുള്ളിൽ കാട് കയറി വെള്ളം കയറിയൊക്കെ ഇവിടെ കിടന്ന് നശിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കമ്പനിയിൽ നിന്നും കൊണ്ടുവന്നിറക്കിയ വാഹനങ്ങളാണ്. ഏകദേശം 30-ലധികം കാറുകളാണ് ഇവിടെ കിടന്ന് നശിക്കുന്നത്. ഇത് പനങ്ങാട് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ടാറ്റയുടെ യാർഡാണ്. മലയാളം മോട്ടോഴ്സ് എന്ന ഇതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ടാറ്റ ടിയാഗോ, നെക്സൺ എന്നീ മോഡലുകളാണ് ഇവിടെ ഈ നശിക്കുന്നത്. വെള്ളം കയറി കിടക്കുകയാണ് ആ സ്ഥലത്തൊക്കെ. കൂടാതെ അതിന് മുകളിലെല്ലാം ഈ പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ കിടന്ന് നശിക്കുകയാണ്. എല്ലാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത വണ്ടികളാണ്. അതായത് പുത്തൻ വണ്ടികളാണ്. ഷോറൂമിലേക്ക് ഇറക്കിയ, കമ്പനിയിൽ നിന്നും കൊണ്ടുവന്നിറക്കിയ വാഹനങ്ങളാണ്. ഏകദേശം 30-ലധികം കാറുകളാണ് ഇവിടെ കിടന്ന് നശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഇട്ടേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ മറ്റാരെയും കാണുന്നില്ല. ഇതൊരു കോമ്പൗണ്ടിനകത്ത് ലോക്ക് ചെയ്ത നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ തൊട്ടിപ്പുറത്തെ ഒരു തുറന്ന പുരയിടത്തിലൂടെ കയറി ഇപ്പുറത്ത് നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ആരുമില്ല. പക്ഷേ ഇവിടെ ഒരു 2 വീലർ ഇരിപ്പുണ്ട്. ഇവിടെ ജനറേറ്ററുണ്ട്, ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കാട് മൂടി കിടക്കുകയാണ്. ഇവിടെ എല്ലാം മഴ പെയ്ത് വെള്ളം നിറഞ്ഞും കിടപ്പുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ ഈ 30-ലധികം വാഹനങ്ങൾ കിടന്ന് നശിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് കമ്പനി തിരിച്ചു വിളിച്ച വാഹനങ്ങളാണെങ്കിൽ ഒരുപക്ഷെ അത് കമ്പനിയിലേക്ക് തന്നെ മടക്കി അയക്കേണ്ടതാണ്. ഇനി അതെല്ലാം മറ്റേതെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ തന്നെയും ഇത് ഇവിടെ ഇട്ട് ഇങ്ങനെ നശിച്ചു പോവുകയാണ്. ഇനി അതല്ല ഇത് വീണ്ടും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇതെങ്ങനെയാണ് പുതിയൊരു കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം അത്രത്തോളം കാട് പിടിച്ച് കിടക്കുകയാണ്, വെള്ളം കയറി കിടക്കുകയാണ്. വാഹനങ്ങളെല്ലാം അലോയ് വീലുള്ള വാഹനങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എല്ലാം ഫുൾ ഓപ്ഷൻ വണ്ടികളാണെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 30-ലധികം വാഹനങ്ങളാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ നശിക്കുന്നത്. ഇത് നാഷണൽ ഹൈവേ വഴി പോയപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണ് ഒരു പരിശോധന നടത്തിയത്. അകത്തേക്ക് കയറാൻ നമുക്ക് കഴിയില്ല. അകത്ത് കയറിയാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അകത്തേക്ക് കയറാത്തത്. പുറത്തു നിന്ന് നോക്കുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ടിയാഗോയുടെയും നെക്സണിൻ്റെയും വാഹനങ്ങളാണ് ഇവിടെ കിടന്ന് നശിക്കുന്നത്. മഴ പെയ്ത് വെള്ളം കയറിയ നിലയിലാണ്. പുല്ലുകളെല്ലാം വളർന്ന് ഈ കാറിൻ്റെ മുകളിലൂടെയൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വാഹനത്തിൻ്റെ സൈഡ് മിറർ മുകൾ ഭാഗത്തും എല്ലാം ഈ പുല്ലിങ്ങനെ വളർന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. എന്താണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത്തരം വാഹനങ്ങൾ ഇനി വിപണിയിലേക്ക് ഇറക്കുമോ അതോ തിരിച്ച് കമ്പനിയിലേക്ക് കൊടുക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും വാഹനം എടുക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ പരിശോധിക്കുക. അറിയാവുന്ന ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഈ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകളുണ്ടോ, തുരുമ്പുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. കാരണം നമുക്ക് ഈ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ, പുതിയ വണ്ടിയാണ്. അത് ആർക്കും വിൽപ്പന നടത്തിയിട്ടില്ല. ആകെ ഇതിന് മലയാളം എന്നുള്ള ഒരു സ്റ്റിക്കർ മാത്രമാണ് ഒട്ടിച്ചിരിക്കുന്നത്. മറ്റ് സ്റ്റിക്കറുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് പുത്തൻ വണ്ടിയാണ്. ഇത് ഇനി ഈ ആർക്കെങ്കിലും കൊടുത്ത് വിറ്റ് ഇവർ ഒഴിവാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വാഹനങ്ങൾ വാങ്ങാൻ. പല യാർഡുകളും ഇതുപോലെയുള്ള പുരയിടങ്ങളിലാണ് വാഹനങ്ങൾ ഇറക്കി സൂക്ഷിക്കുന്നത്. റേഞ്ച് റോവറിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോഴും നമ്മൾ കണ്ടതാണ്. തുറസായ ഒരു സ്ഥലത്താണ് ഇത്തരം ലക്ഷറി വാഹനങ്ങൾ പോലും സൂക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിനേക്കാളുമൊക്കെ എത്രയോ മടങ്ങ് വിലക്കുറവാണ് ഇത്തരം വാഹനങ്ങൾക്ക്. ആ വാഹനങ്ങൾ പോലും സൂക്ഷിക്കുന്നത് ഇതുപോലെയുള്ള പുരയിടങ്ങളിലാണ്. അതുകൊണ്ട് നിങ്ങൾ വാഹനമെടുക്കുമ്പോൾ തീർച്ചയായും വാഹനത്തിൽ ഏതെങ്കിലും തരത്തിൽ തുരുമ്പോ അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നോക്കി വിലയിരുത്തി വേണം വാങ്ങുവാൻ. എന്തായാലും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ഈ മലയാളം മോട്ടോഴ്സ് ഒരു വിശദീകരണം ഇറക്കേണ്ടതാണ്. കൊച്ചിയിൽ നിന്നും ടി അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.